ജോഷുവ പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായം 13 മുതൽ, നീ എഴുന്നേറ്റ് ജനത്തെ ശുദ്ധീകരിക്കുക, നാളത്തേക്ക് തങ്ങൾ തന്നെ ശുദ്ധീകരിക്കാൻ അവരോട് പറയുക. ഇസ്രായേൽ ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു, ഇസ്രായേലിലെ നിഷിദ്ധ വസ്തുക്കൾ നിങ്ങളുടെ ഇടയിലുണ്ട്, അത് എടുത്തു മാറ്റുന്നത് വരെ നിങ്ങളുടെ ശത്രുക്കളെ നേരിടാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. ഹല്ലേലൂയ. നിഷിദ്ധ വസ്തുക്കൾ അസൂയാകാം, വെറുപ്പാകാം, അഹങ്കാരമാകാം, അതുപോലെ തന്നെ 1-ാം പ്രമാണ ലംഘനം, മന്ത്രവാദം, കൂടോത്രം, ക്ഷുദ്രപ്രയോഗങ്ങൾ, പൈശാചിക വസ്തുക്കൾ, പൈശാചിക ആരാധന, നക്ഷത്ര ഫലം നോക്കുക, ജ്യോതിഷം ഒക്കെ പോകുന്ന സംഭവങ്ങൾ, ഇങ്ങനത്തെ ഒരാളുകളെ ആശ്രയിക്കുന്ന ആളുകൾ, പണക്കൊതി, ഭയങ്കര പണക്കൊതി. ആൾക്കാരുണ്ട് കടബാധ്യത കയറി ലക്ഷങ്ങളും കോടികളുടെ കടബാധ്യത. അതെന്ത് ദൈവത്തോട് ആലോചിക്കാനുള്ള തീരുമാനം. അത് ദൈവവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത വചനമില്ല. അത് വചനത്തിനായിട്ട് ഹൃദയം അടച്ചു വെച്ചിരിക്കുക. ഒരുപാട് ഹൃദയങ്ങൾ വചനത്തെ അടച്ചു വെച്ചിരിക്കുക. ഒരു വചനം പോലും കാണപ്പാട് അവർ പഠിക്കാൻ അവർ തയ്യാറായിട്ടില്ല. നിങ്ങളുടെ വീട്ടില് ചില വസ്തുക്കൾ ഇങ്ങനെ കുടിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ പൈശാചിക പ്രവർത്തനം ഉണ്ടാകും. നിങ്ങൾ പോകുന്ന കാര്യങ്ങളിൽ ബ്ലോക്ക് വരും. നിങ്ങൾക്കെതിരെ ശത്രുവിന്റെ ശക്തി കൂടിക്കൊണ്ടിരിക്കും. അന്ന് പിശാച് നിങ്ങളെ കീഴ്പ്പെടുത്തും. മദ്യമൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പാണ്, 100%. ഇത് ഉറപ്പാണിത്. വിശ്വസിച്ചാലും വിശ്വസിച്ചാലും ഇത് സംഭവിക്കുള്ളൂ. ഒരു വീട്ടിൽ കൃപയുണ്ടോന്നില്ലെങ്കിൽ ആ കൂട്ടിലെ മാതാപിതാക്കളും മക്കൾക്കും പ്രാർത്ഥന, ആത്മീയ ജീവിതത്തോട് താല്പര്യമുണ്ടോ, വചനം വായിക്കുന്നുണ്ടോ, പള്ളി ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ തുറവി. എല്ലായിടത്തും രഹസ്യങ്ങളല്ലേ. മകൾക്കൊരു മുറി, അവളുടെ മുറിയിലോട്ട് ആർക്കും കയറാൻ പറ്റത്തില്ല. അത് വേറൊരു പിശാചിന്റെ കേന്ദ്രമായിട്ട് ആ മുറി മാറിക്കുന്നു. മകന്റെ മുറി അത് വേറൊരു മുറി, അതിനകത്ത് എന്തെല്ലാം തിന്മകൾ കുടിയിരിപ്പുണ്ടെന്ന് ആർക്കറിയത്തില്ല. ഭർത്താവിന് ചിലപ്പോൾ ഓഫീസ് മുറി, അതിനകത്തുകൊണ്ട് എന്തെല്ലാം ഇരിപ്പുണ്ട്. ഭാര്യയ്ക്കുണ്ട് വേറൊരു മുറി, അതിനകത്ത് എന്തെല്ലാം സംഭവങ്ങൾ നടക്കുന്നറിഞ്ഞുകൊണ്ട് ഇതിരിക്കുമ്പോൾ ഉണ്ടല്ലോ, നിങ്ങൾ വീക്കാ, നിങ്ങൾ ബലഹീനര, നിങ്ങൾ ശക്തരല്ല. അപ്പോൾ പൈശാചിക നിങ്ങൾ വചനമില്ല നിങ്ങളുടെ ഉള്ളിൽ. ഈശോയുടെ വചനം നിങ്ങൾ വചനം ഹൃദയത്തിൽ വെക്കണം. ജീവിക്കണം, പോയിട്ട് കണ്ടുപിടിക്കണം. പലപ്പോഴും നമ്മൾ നമുക്കെതിരെ ആളുകൾ മന്ത്രവാദ കൂടോത്രം ചെയ്തു. അതല്ല പേടിക്കേണ്ടത്, നമ്മൾ തന്നെയാണെന്ന്. നമുക്കെതിരെ ആരെ കൊണ്ട് ഇവിടെ നോക്കി, ഇസ്രായേൽ ജനത്തിനെതിരെ പട്ടണവാസം. ഇതിനുശേഷം ഇവർ ഈ വിശുദ്ധീകരിക്കപ്പെട്ട ശേഷം, അപ്പോൾ അതിനുശേഷം നമുക്ക് ആഖാനെ ഇവർ പുറത്താക്കുന്നുണ്ട്, അവൻ്റെ വസ്തുക്കളെല്ലാം കത്തിച്ച് നശിപ്പിച്ച് കളയുന്നുണ്ട്. അതിനുശേഷം ഇവർ യുദ്ധത്തിന് പോകുമ്പോൾ ചെന്നിറങ്ങുന്നതിന് മുമ്പേ ശത്രു ഓട്ടിപ്പോവുക. അവൻ പട്ടണം 1 മണിക്കൂർ കൊണ്ട് അവർ പിടിച്ച് സ്വന്തമാക്കുന്നതിൻ്റെ കാരണം ആ സമയത്ത് ഒരു കൃപയിൽ വചനാധിഷ്ഠിതമാണ് അവർ കാര്യങ്ങൾ ചെയ്യുന്നത്. പ്രസ്ലോഷ് വചനാധിഷ്ഠിതം കാര്യങ്ങൾ ചെയ്യുമ്പോൾ ശത്രു തോറ്റു തരും. പ്രസ്ലോഷ് പിശാച് ഓടി മാറിപ്പോയിക്കൊണ്ടിരിക്കും. വചനാധിഷ്ഠിതമല്ലൊരു കാര്യം ചെയ്യുന്നത് എങ്കിൽ അവിടെ പിശാച് ശക്തിപ്പെട്ടിരിക്കും. ഈ വചനം വിശ്വസിക്കാത്ത ഒത്തിരി പേര് നമ്മുടെ ഇടയിലുണ്ട്. കേട്ടാലും വിശ്വസിക്കാത്തവർ, അവർക്കതല്ല നേരം. അവർ വേറെയാണ് അവർ ചിന്ത. കാരണം അവരെ പിശാചും ജഡികഭാവം കൊണ്ട് അവർ മൂടിക്കിടക്കാണ്. അവസാനം അവർക്കൊരു ദുരന്തം, വലിയൊരു ദുരന്തം ഉണ്ടാകും. അതോടെ എല്ലാം തീരും. സന്തോഷമെല്ലാം ഒറ്റ ദിവസം കൊണ്ട് തീർന്നു കിട്ടും.